ഹലോ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിശോധിക്കാം. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? മാച്ച് ദ ഫോളോയിങ് ആണ് നൽകിയിരിക്കുന്നത്. നെയിം ഓഫ് മെറ്റൽ തന്നിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, സിമ്പിൾ തന്നിട്ടുണ്ട്. മെറ്റൽസ് ഏതൊക്കെയാണ്? സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഹൈ ഡക്റ്റിലിറ്റി, ദ ഹൈയസ്റ്റ് മാലിയബിലിറ്റി, ദ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. പിന്നെ സിമ്പിൾസ് തന്നിട്ടുണ്ട് AU, AG, PT. ഇനി ഇത് മാച്ച് ചെയ്യാനാണ് പരസ്പരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സിൽവറിന് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയാണ് ചേരുന്നത്? ഏതാണ്? സിൽവർ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അല്ലേ? ഇലക്ട്രിസിറ്റീനെ കടത്തിവിടുന്നതാണ്. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് സിൽവറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. AG ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സിൽവർ നമുക്ക് 1 എഴുതാം കേട്ടോ. 1 AG 1. ഇനി രണ്ടാമത്തെ പ്ലാറ്റിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ ഡക്റ്റിലിറ്റിയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഹൈ ഡക്റ്റിലിറ്റിയാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് PT ആണ്, രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഗോൾഡാണ്. ഗോൾഡ് അപ്പോൾ ദ ഹയസ്റ്റ് മാലിയബിലിറ്റി, നമുക്ക് നേർത്ത വള്ളികൾ പോലെ, അല്ലേ, നൂല് പോലെ ആക്കാൻ കഴിയുന്നതാണ്. ദ ഹയസ്റ്റ് മാലിയബിലിറ്റി 3. അപ്പോൾ അതിൻ്റെ സിമ്പിൾ AU. ഇങ്ങനെയാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ നെയിം ഓഫ് സർട്ടൈൻ മെറ്റൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ഒരു ബോക്സിൽ കുറച്ച് മെറ്റൽസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മെറ്റൽ ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ ഏത് മെറ്റലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മെറ്റലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്, അപ്രോപ്രിയേറ്റ് ആയ മെറ്റലിനെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, react with the components of air and forms tarnish on the surface. ഏതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റല്? കോപ്പർ. ഏതാണ്? കോപ്പറാണ്. B ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിനെ കടത്തിവിടുന്ന ബെസ്റ്റ് കണ്ടക്ടർ ഇന്നത്തെ ആരാണ്? സിൽവർ. മൂന്നാമത്തത്, ദ മെറ്റൽ ദാറ്റ് മെറ്റൽസ് വെൻ പ്ലേസ്ഡ് ഓൺ ദ പാം. ഏതാണ്? ദ മെറ്റൽ ദാറ്റ് മെൽറ്റ് വെൻ പ്ലേസ്ഡ് ഓൺ ദ പാം. പാമിൽ വയ്ക്കുമ്പോൾ മെൽറ്റ് ആവുന്നത്, അല്ലേ? ദ മെറ്റൽ ദാറ്റ് മെൽറ്റ്സ് വെൻ പ്ലേസ്ഡ് ഓൺ പാം. ഏതാണ്? ഗാലിയം. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്, അല്ലേ? ഗാലിയം. ഇനി D ക്വസ്റ്റ്യൻ, ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ നോർമൽ ടെമ്പറേച്ചർ. ഏതാണ്? മെർക്കുറി. ദിസ് മെറ്റൽ ഈസ് പ്രസൻറ്റ് ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. ഏതാണ്? കാൽഷ്യം. ബോൺസിലും ടീത്തിലും പ്രസന്റ് ആയിട്ടുള്ള മെറ്റൽ കാൽഷ്യം. അപ്പോൾ ഏതൊക്കെയാണ്? റിയാക്ട് വിത്ത് ദ കമ്പോണൻസ് ഓഫ് എയർ ആൻഡ് ഫോംസ് ടർണിഷ് ഓൺ ദ സർഫസ്. കോപ്പർ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സിൽവർ. ദ മെറ്റൽ ദാറ്റ് മെൽറ്റ് വെൻ പ്ലേസ്ഡ് ഓൺ ദ പാം. ഏതാണ്? ഗാലിയം. D, ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ നോർമൽ ടെമ്പറേച്ചർ. മെർക്കുറി. E, ദിസ് മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. കാൽഷ്യം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, certain metals are given in the following table. Find any 2 uses of each and characteristic property responsible for it. കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെറ്റൽസ് കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അയൺ, സിൽവർ. ഇതിൻ്റെ യൂസും ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസും എഴുതാനാണ്. അതിൽ ഫസ്റ്റ് വൺ, കോപ്പറിൻ്റെ യൂസസ്. ഒന്ന്, ഇലക്ട്രിക് വയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്? കുക്കിംഗ് വെസൽ. ഇലക്ട്രിക് വയറിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഇലക്ട്രിസിറ്റീനെ കടത്തിവിടും. കുക്കിംഗ് വെസൽസിൽ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, അല്ലേ? ചൂടിനെ കടത്തിവിടുന്നു എന്നുള്ള. അപ്പോൾ കുക്കിംഗ് വെസൽ. അപ്പോൾ കോപ്പറിൻ്റെ യൂസസ് ഇലക്ട്രിക്കൽ വയറും കുക്കിംഗ് വെസലുമാണ്. ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയും. ഇനി ഗോൾഡ്.
ഗോൾഡിൻ്റെ പ്രത്യേകത യൂസ് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെന്താ ഗോൾഡ് പ്ലേറ്റിങ്ങിന് ഉപയോഗിക്കും. ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി മെറ്റാലിക് ലസ്റ്റർ, നല്ല തിളക്കം നൽകുന്നു എന്നുള്ളത്. ഗോൾഡ് പ്ലേറ്റിങ്ങിൽ നോ കൊറോഷൻ, അല്ലേ, കൊറോഷൻ സംഭവിക്കില്ല എന്നുള്ളത്. പിന്നെ അലൂമിനിയം നമ്മൾ കുക്കിംഗ് വെസലിൽ യൂസ് ചെയ്യും, അല്ലേ, അലൂമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യും. എങ്ങനെയാണ്? ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി, അല്ലേ, കുക്കിംഗ് വെസലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹീറ്റിനെ കടത്തി വിടണം, അപ്പോൾ ഹൈ തേർമൽ കണ്ടക്ടിവിറ്റിയാണ്. പിന്നെ റൂഫിംഗ് ഷീറ്റ്സിൽ അലൂമിനിയം ഉപയോഗിക്കും, അല്ലേ, വീടിൻ്റെ മേൽക്കൂരയൊക്കെ പണിയാൻ വേണ്ടിയിട്ട് റൂഫിംഗ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നത്. ഹൈ ഡക്റ്റിലിറ്റിയും ലോ കൊറോഷനുമാണ് അതിന് കാരണം, അല്ലേ, ഹൈ ഡക്റ്റിലിറ്റിയും ലോ കൊറോഷനും. ഇനി തിൻ ഷീറ്റ്സ്, ഡക്റ്റിലിറ്റി എന്താണ്? തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും, അല്ലേ, അതുപോലെ കൊറോഷനും കുറവായിരിക്കും. ഇനി അയണിൽ യൂസസ് ബോഡി ഓഫ് വെഹിക്കിൾസ്. പിന്നെ ബോഡി ഓഫ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാൻ കാരണം അതിനകത്ത് ഏത് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡക്റ്റിലിറ്റി, ഹാർഡ്നെസ്സും. പിന്നെ റോഡ്സ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഏതാണ്? ഹാർഡ്നെസ്, ടെൻസ്, സ്ട്രെങ്ത്. ഇനി സിൽവറിൻ്റെ ഓർണമെന്റ്സിന്റെ യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മെറ്റാലിക് ലസ്റ്റർ, അല്ലേ, ലോ കൊറോഷൻ. ഇത് രണ്ടുമാണ്. അത് ഓർണമെന്റ്സ് ആണ് സിൽവർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതിനുള്ള ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് അതാണ്. ഇനി സിൽവറിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അതിനകത്ത് വരുന്നത് അതാണ്. പിന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റൽസും അതിൻ്റെ യൂസസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, പിന്നെ ഏതാണ്? അയൺ, സിൽവർ. ഇതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് oxides of elements A and B are dissolved in water into 2 separate beakers. 2 സെപ്പറേറ്റ് ബീക്കേഴ്സിൽ ഓക്സൈഡ്സ് എലമെൻറ്റ് എയും ബിയും ഡിസോൾവ് ചെയ്തിരിക്കും വാട്ടറിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അസിഡിക് സൊല്യൂഷൻ ആൻഡ് ദ ബേസിക് സൊല്യൂഷൻ? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ദ അസിഡിക് സൊല്യൂഷൻ ആണോ ബേസിക് സൊല്യൂഷൻ ആണോ? അസിഡിക് സൊല്യൂഷൻ ആണോ ബേസിക് സൊല്യൂഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? നമുക്ക് ഐഡൻറ്റിഫൈ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം, അല്ലേ? Can be identified using litmus. Acidic solution ആണെങ്കിൽ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് എന്തായി മാറും? റെഡ് ആയിട്ട് മാറും. അസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ ബേസിക് സൊല്യൂഷനിലാണ് ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അസിഡിക് സൊല്യൂഷൻ ആണോ ബേസിക് സൊല്യൂഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഇസ് മോർ ലൈക്ലി ടു ബി എ മെറ്റൽ? വൈ? എങ്ങനെയാണ്? വിച്ച് ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ? ബിക്കോസ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. വിച്ച് ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ? ബിക്കോസ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? ബേസിക് ഇൻ നേച്ചറാണ്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? റെഡ് ലിറ്റ്മസ് എന്തായിട്ടായിരിക്കും മാറുണ്ടാവുക? ബ്ലൂ ആയിട്ടായിരിക്കും മാറുണ്ടാവുക. മെറ്റൽ ഓക്സൈഡ്സ് എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. അസിഡിക് നേച്ചർ അല്ല, മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ റെഡ് ലിറ്റ്മസ് എന്തായിട്ടായിരിക്കും മാറുക? ബ്ലൂ ആയിട്ടായിരിക്കും മാറുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ലെറ്റ്സ് അസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ബയോളജിയിലെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. താഴെ കുറച്ച് വേർഡ് പെയേഴ്സ് നൽകിയിട്ടുണ്ട്. നമ്മളുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് അത് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വിസിബിൾ ലൈറ്റ്. രണ്ടാമത് തന്നിരിക്കുന്നത് ഇലക്ട്രോൺ ബീമാണ്. അപ്പോൾ ഏത് മൈക്രോസ്കോപ്പ് ആയിരിക്കും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് എഴുതേണ്ടത്. ബി പ്ലാന്റ് സെല്ലാണ് തന്നിരിക്കുന്നത്.
യൂക്യാരിയോട്സ് ആണ്. അപ്പോൾ പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞത് എന്തായാലും പ്ലാന്റ് സെല്ല് യൂക്യാരിയോട്ട് ആണെങ്കിൽ പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽസ്. നെക്സ്റ്റ് സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ഇൻ സൈറ്റോപ്ലാസം. അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെന്റർ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. ഏതാണ്? മൈറ്റോകോൺട്രിയ. അപ്പോൾ ഓരോ പാർട്സും പഠിക്കണം. മൈറ്റോകോൺട്രിയ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് എ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പ്ലാന്റ് സെൽ ഫ്രം ദ ഫോളോയിങ്. പ്ലാന്റ് സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രോസോം ഈസ് പ്രസന്റ്. സെൻട്രോസോം പ്രസന്റ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. പ്ലാസ്മ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി പ്ലാസ്റ്റിഡ്സ് ആർ പ്രസന്റ്. പ്ലാസ്റ്റിഡ്സ് പ്രസന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി പ്രസൻസ് ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജ് വാക്യൂൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരി? പ്ലാന്റ് സെല്ലുമായി റിലേറ്റ് ചെയ്തിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയും ഡിയുമാണ്. പ്ലാന്റ്സ് ആർ പ്രസൻസ് ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജ് വാക്യൂൾസ്. സിയും ഡിയുമാണ് പ്ലാന്റ് സെല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇനി മൂന്നാമത്തത്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സെർട്ടൈൻ സെൽ ഓർഗനൈസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. താഴെ കുറച്ച് സെൽ ഓർഗനൽസ് നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇറ്റ് ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ ടേംസ് ഫ്രം ദ ബോക്സ്. അപ്പോൾ സെൽ ഓർഗനൽസിൻ്റെ ആ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ടു ദ ടാർഗറ്റ് സൈറ്റ്. ഏതാണ്? എഫ് ആണ്. ഗോൾജി അപ്പാരറ്റസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ ബി കണ്ടെയ്ൻ പിഗ്മെന്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ്. ഏതാണ്? ഇ ആണ്. ക്ലോറോപ്ലാസ്റ്റ്. പിഗ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഇനി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഡി. സി റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് റൈബോസോം ആണ്. ഇനി ഡി സ്റ്റാർച്ച് ഓയിൽ പ്രോട്ടീൻ. പ്രോട്ടീൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? ബി ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഏതാണ്? ബി ല്യൂക്കോപ്ലാസ്റ്റ്. ബി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസൊക്കെ നിർബന്ധമായിട്ട് എല്ലാവരും നന്നായി പഠിക്കണം. എക്സാമിന് സെൽ ഓർഗനൽസിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെക്ചേഴ്സസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.